വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. നാമൊരു ബാർബറാം ബാലനെ അവിടെയും പാട്ട്. നിനക്കൊക്കെ പാട്ട് നിർത്താൻ പറയാം. ഈ കേട്ടതേ ഞങ്ങളുടെ ദേശീയ ഗാനവാ. നോക്കുന്നത് എന്തിനാ? പെട്ടെന്ന് നാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ മെഷീനാണോ? കല്യാണത്തിന് പോകണോ? ആരുടെ കല്യാണം? കുഞ്ഞമ്മയുടെ മോഡല്ല. അല്ല നിന്റെ അല്ലല്ലോ. ദൂരെ പോണ്ടേ? ആ ദൂരെ പോകണമെന്ന് എന്താ പോടാങ്ങ്. പത്രയ്ക്ക് മുഹൂർത്താണോ? പത്രത്തിൽ മൂത്രമോ? എന്തോടാ രാവിലെ കടക്കകത്ത് കയറി വന്ന് പറയാം. പത്രയ്ക്കാണ് മുഹൂർത്തം. ഞാനെന്തോ വേണോടാ? വെട്ട് ഒരുപാട് പിന്നെ നീ വെട്ട് പറയാ. നീ കണ്ണാടിയെ നോക്കിയിരി. നേരെ ഇരി അങ്ങോട്ട്. ഇങ്ങനെ ഇരി. കണ്ണാടിയെ 3-4 നമിതയുടെ പടം വാങ്ങിച്ചോട്ടിക്കണം കേട്ടോടാ. എന്താണ്? എന്നാലേ ഇവൻ കണ്ണാടിയെ നോക്കിയിരിക്കത്തുള്ളൂ. എന്താണ് എല്ലാ കടലും വെള്ളത്തുണിയാണല്ലോ? ഇവിടെ എന്തോ ചോന്ന തുണി? കട തുടങ്ങിയപ്പോ വെള്ളയായിരുന്നു. ചോര വീണ് ചുമന്നു പോയതാ. എന്താണ് അരമാക്കിയത്? വട്ടവാള്, വെട്ടുളി, വീതുളി, മൊനയൻ, ഇതൊക്കെ എന്തിനാണ് ഈ ബാർബറാണ് നിരത്തി വെച്ചേക്കുന്നത്? അതൊക്കെ ഓരോ ആവശ്യത്തിന് വെച്ചേക്കാ. എന്തോ അതിന്റെ ആവശ്യം? കൃതാവിന്റെ അളവിന്. നിനക്ക് ഏത് സൈസിലുള്ള കൃതാവ് വേണമെന്ന് അതേ ചൂണ്ടിക്കാണിച്ചാൽ മതി. സുരേഷ്, നീ എന്തോ ഇരിക്കുക? മുടിവെട്ടാനാണ്. മുടി വെട്ടാനാന്നും പറഞ്ഞ് വന്നിരുന്നിട്ട് നാനായുടെ സെൻട്രൽ പേജ് ഇളക്കിക്കൊണ്ട് പോയല്ലോ. കേട്ടല്ലോ. വീട്ടിൽ ചെല്ലുമ്പോ മോൻ മഴക്കാന്ന് സെൻട്രൽ പേജ് കാണുന്നില്ലെന്ന് പറഞ്ഞു. നിനക്ക് ഏത് മോഡലാ വേണ്ട? എനിക്ക് സമ്മതമൊക്കെ വാങ്ങിച്ചോ? വീട്ടുകാരുടെ സമ്മതം മേടിക്കുന്നത്? ഇവിടെ ഇതൊക്കെ ആയുധം വെച്ചുള്ള കളികളാണ് ചേർക്കുക. അടങ്ങടാ, നിനക്കുള്ളത് തന്നെ. അണ്ണാ എന്തോ അണ്ണാ ഈ ബാർബർ ഷാപ്പിനകത്ത് എന്തിനാണ് ഈ പട്ടി വളർത്തിയിട്ടേക്കുന്നത്? അവൻ ആഹാരം കിട്ടുമ്പോ അങ്ങ് പൊക്കോളൂടാ. അത് ശരി, നല്ല കഥയാ. ഈ ബാർബർ ഷാപ്പിന് എവിടെ ഇരിക്കുന്ന പട്ടിക്ക് തിന്നാനുള്ള ആഹാരം? പിന്നെ ഞാൻ വെട്ടിപ്പം മുറിഞ്ഞു വീഴുന്ന മൂക്കിന്റെ അറ്റവും ചെവിയുടെ അറ്റവും ചുണ്ടിന്റെ തുണ്ടും ഒക്കെ ആരാ തിന്നുന്നത്? ജിമ്മിയാ തിന്നുന്നത്. ജിമ്മി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യടാ. ഇത് നിനക്കുള്ളത് തന്നെ. ചൊവ്വാഗ്രഹത്തിൽ തട്ടുകട തുടങ്ങി. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തം. അങ്ങനെയാണെങ്കിൽ അണ്ണന്റെ ചൊവ്വയിൽ ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിക്കൂട. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലടാ. എന്താണ്? ഞങ്ങൾക്ക് എന്നാ അവധി ദിവസം? ചൊവ്വ. അപ്പൊ ചൊവ്വായി പോയി ബാർബർ ഷോപ്പ് ഇട്ടാലോ? എല്ലാ ദിവസവും അവധി ആയിരിക്കത്തില്ല. മണ്ടത്തരമല്ലാതെ ഒരു വകയും പറയത്തില്ല. ചേട്ടാ, ഇത് 5ാമത്തെ സ്പ്രേയാ വാങ്ങിക്കുന്നത്. സമയത്തിന് ഉപകരിക്കാത്ത സ്പ്രേ. ചേട്ടാ, ഇത് സ്പ്രേ അടിക്കാതെ വെട്ടാനും പറ്റത്തില്ല. കണ്ടോ 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 അനിയ കണ്ടോ? അണ്ണാ വെള്ളം വാങ്ങിക്കൊണ്ട് തുപ്പിയുണ്ണൻ. കുടിച്ചിറക്കടാങ്ങര്. ഭയങ്കര ദാഹോടാ. നിനക്ക് സമ്മാനമായല്ലോ. എന്താ? 8 ദിവസം പഴക്കമുള്ള വെള്ളമായിരുന്നു. അണ്ണാ നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനാണല്ലോ. നമ്മളെ ഈ കട ഇട്ടല്ലേ? നീ വന്ന് കേറിയപ്പോ തുടങ്ങിയ നിന്നെ ഞാൻ റെഡിയാക്കി തരാം. ഇന്ന് ഞാൻ റെഡിയാക്കി തരിക. നീ വന്ന് കേറിയപ്പോ തുടങ്ങിയ ബഹളം. എന്തുകൊണ്ട് അണ്ണന്റെ കസ്റ്റമർ അല്ലത്? നിന്റെ പേര് കസ്റ്റമർ എന്നാണ്. സന്തോഷ് കസ്റ്റമർ എന്ന് പറഞ്ഞ വേണ്ടപ്പെട്ടവനാണെന്ന്. ഇവനെ എനിക്ക് വേണ്ട. ഇവനെ ഞാൻ സൈസാക്കി എടുക്കുക. എന്റെ അണ്ണ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ അരിക്കടക്കാരൻ ശശി ഉണ്ടല്ലോ, പുള്ളിക്കാരനുമായി ബാറി കയറി വെള്ളടിച്ച് വഴക്കുണ്ടാക്കുന്നത്. ശശി ആയിട്ട് ഇടി ഉണ്ടാക്കിയ കാര്യമുണ്ട്. എടാ നീ പതപ്പിച്ചിരിക്കാൻ നീ കൂടെ കേൾക്കണം. എന്തുവാ? ശശി ഞാനുമായിട്ട് ഇന്നലെ വൈകിട്ട് ഒരു പൈൻ്റ് എടുത്ത് ഓരോ 60 വെച്ച് കഴിച്ചു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോ ശശിക്ക് അന്നേരം ബീഫ് ഫ്രൈ വേണം. ആ സെക്കൻഡ് ഞാൻ പറഞ്ഞൊരു ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചതുമല്ല, ശശി ആക്രാന്തത്തോടെ കുത്തിവാരി തിന്നുന്നു. ഇങ്ങനെ തിന്നേണ്ട കാര്യം ഉണ്ടോടാ? കുത്തിവാരി തിന്നണ്ട. സാധാരണ നമ്മളെങ്ങനെ ബീഫ് ഫ്രൈ തിന്നത്? നമ്മൾ ഇങ്ങനെ തിന്നും, അല്ല ഇങ്ങനെ തിന്നും. ഇത് കുത്തിവാരി തിന്നും. ഇങ്ങനെ തിന്നേണ്ട കാര്യം ഉണ്ടോടാ? എനിക്ക് എന്റെ ദേഷ്യത്തോടെ വന്ന് ഞാൻ പിടിച്ചിട്ട് 5-8 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ സമാധാനമാണ്. അങ്ങനെ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. യുവമാരായിട്ട് മാറി പോരുതെന്ന് തൊട്ടടുത്ത് കള്ള് ഷാപ്പുണ്ടല്ലോ, അങ്ങോട്ട് പോകണം. അവിടെ ഇവനോട്ട് കഴിഞ്ഞ ഞായറാഴ്ച കള്ള് ഷാപ്പിൽ പോയി കേട്ടോണം. ഓരോ കുപ്പി കള്ളടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവന് കക്കായിറച്ചി വേണം. ശശിക്ക് കക്കായിറച്ചി കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചതുമല്ല, ശശി ആക്രാന്തത്തോടെ നീ മാക്രി ചാട്ടത്തിന് വന്നതാണോ മുടി വെട്ടാൻ വന്നതാണോ? എടാ അവിടെ പോയിരിക്കണ ജിമ്മി വെട്ടും നിന്റെ മുടി. ജിമ്മി വേണ്ട അവന് വന്ന് മതി.
നേരെ മാമ ഞാനൊരു കാര്യം പറയാം മാമ. എന്താ? നമുക്ക് ഈ മാമനെ വെട്ടിയിട്ട് തന്നെ വെട്ടാം മാമ. നോ, നിന്നെ ഞാൻ വിടില്ല. നിന്റെ തലയിൽ ഇന്ന് ഞാൻ താജ്മഹൽ പണിതെടുക്കും. നീ അവിടെ ഇരി. അവന്റെ മൂത്ത മകൻ സുഖമില്ലാണ്. ആ ആ ATM വർക്ക് ചെയ്യുന്നത് സെക്യൂരിറ്റി. അവൻ ഇപ്പൊ കൊല്ലത്തെ ATM 4 വർഷം അവന്റെ പെണ്ണുമ്പിള്ള അടഞ്ഞു പോയിട്ടാണ്. പെണ്ണുമ്പോൾ ഡൈവേഴ്സ് ആയിടാ. എന്തു പറ്റി? ആദ്യ രാത്രി തന്നെ ഡൈവേഴ്സ് ആയി. എന്നാ കാര്യം? അവൻ ATM സെക്യൂരിറ്റി അല്ലടാ. അവൻ ആദ്യ രാത്രി തന്നെ പെണ്ണിനെ മണിയറ കയറ്റിട്ട് കഥ കടച്ചിട്ട് അവൻ സ്റ്റൂളിട്ട് വെളി മാറി ഇങ്ങനെ ഒരു ഇരിപ്പാ. എന്തിനാണത്? അവൻ ATM സെക്യൂരിറ്റി അല്ലേടാ. ഞാൻ ചോദിച്ചു എന്താ സുഖം നീ ഇരിക്കുന്നത്? അപ്പൊ പറഞ്ഞു ഇപ്പൊ കാർഡ് ഇട്ട ആൾ എടുക്കാൻ വരുമെന്ന്. റേഷൻ കാർഡാ? റേഷൻ കാർഡല്ലായ ATM കാർഡ്. എന്നിട്ട് വന്ന ആള് വന്നാ? ഒരു 12 മണിയാകുമ്പോ ഒരുത്തരകത്തോട്ട് കയറി പോകുന്ന കണ്ട് വെളുപ്പിനെ അവളെ വിളിച്ചിറക്കി കൊണ്ട് പോകുന്ന കണ്ട് അവിടെ കാമുകനാന്ന ഇവിടെ മുടിവെട്ടാൻ വന്നവൻ എന്താടാ? അയ്യോ അവൻ പോയോടാ 50 രൂപ ഇവിടെ തോണ്ടിരിക്കുന്നോ. ഇതെന്തുവാടാ പ്രതിമ പണിത് വെച്ചേക്കുന്നോ? എടാ ഇവിടെ വാടാ മുടിവെട്ട ഓടരുത്. കറണ്ട് അടുപ്പിച്ച് കൊല്ലി. ഇവിടെ വാ പിടിക്കടാ. അണ്ണന്റെ പെങ്ങള് ശീല ബൈക്കുന്ന അനിയ നമ്മൾ രണ്ടും ഒരു അമ്മയ്ക്ക് പറ്റ മക്കളാന്ന് വിചാരിക്കടാ. നീ ഒരു കാര്യം ഇവിടുന്ന് പറയല്ല മക്കളെ. ഇതെന്തുവാടാ പൂക്കാവടിയോ? അയ്യോ അതുകൂടെ എടുത്തപ്പോ സൗന്ദര്യം അങ്ങ് വഴിഞ്ഞൊഴുകുവാക്. മുടി ഒന്ന് വെട്ടണം. അതിനെന്താ വേണം? മുടി വെട്ടുന്നതിന് 50 രൂപയേ ഉള്ളൂ. പക്ഷെ ആ മുടി വെട്ടണേ 350 രൂപയും തരണം, ഉച്ചക്കലത്ത് ഊണും തരണം. അപ്പൊ അതേ ഞാൻ പണിയത്തില്ല. ഷേവ് ചെയ്യുന്നതിനാ? ഷേവ് ചെയ്യുന്നതിന് 20 രൂപ. എന്നാ തലയൊന്ന് ഷേവ് ചെയ്യും. ആരെങ്കിലും തല ഷേവ് ചെയ്യോടാ? അന്നാ എന്റെ മുടി വെട്ടണമെന്ന്. എടാ 350 രൂപ തരാമോ? ഒരു തച്ച് പണിയാത്. എന്നാ 350 രൂപയും ഉച്ചക്കത്തെ ഊണും മേടിച്ചരാം. സ്പെഷ്യൽ ഉൾപ്പെടെ. ആണോ? എന്നാ ഞാൻ വെട്ടിത്തരാം. ഞാൻ വീട്ടിലോട്ട് വിളിച്ചു പറയട്ടെ. ഹലോ തങ്കമണി, എടി ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരത്തില്ല, ചോറ് വേണ്ട. ഇവിടെ ഒരു കാട് വെട്ടി തെളിക്കാനുണ്ട്. എന്റെ ദൈവമേ ഇത് എന്തുവാടാ ഇത്? ഇതിന്റെ അകത്ത് കുരുവി വല്ലതും ഉണ്ടോടാ? ഒരു അരുവിയുണ്ട്. ആണോ? അതിന് ശാലം വെള്ളം എടുത്ത് അടിച്ചു നനച്ച് നീ ഒന്ന് കുളിക്കാദ്യം. അതെ അതെ. പൗഡറോ? പൗഡർ അല്ലേ ഇതിന്റെ അകത്ത് ഇടണ്ടേ? ഇതിന്റെ അകത്ത് കീടനാശിനിയാ തളിക്കണ്ടേ പൗഡർ. അവന്റെ ഫ്രണ്ടിന്ന് മുടി വെട്ടല്ലോ. അതെന്താ? എന്റെ ലില്ലിക്ക് ഇഷ്ടമല്ലെന്ന. ലില്ലിയോ? അതാരാടാ? എന്റെ ലൈലാണ് ലില്ലി. അയ്യോ അങ്ങനൊരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നോ? ആ കൊച്ചിന് കണ്ണില്ലേ? കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടിയാണോടാ? ആണോ? കോളേജിലാണോ പഠിക്കുന്നത്? ലില്ലി കോളേജിലാണോ? നീയോ? ഞാൻ 4 വരെ പഠിച്ചുള്ളൂ. അയ്യോ ഉപരിപഠനമായി പോയല്ലോടാ. ഇവിടെ ഒരു കളക്ടറുടെ ഒഴിവുണ്ട്, ചെന്ന് കേറുന്നോ? ലില്ലി ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കാനായിരിക്കും. കണ്ണോട് എന്ത് എന്റെ പൊന്നനിയ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സംഘടിപ്പിച്ച് തരാവോ? എന്താണ്? ഇതിന്റെ ഒരു തൈ കിട്ടുവോ? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഐറ്റമാ, കിളിപ്പിച്ച് മുളപ്പിച്ച് എടുക്കാനാ. അതുകൊണ്ടാ. ലില്ലിയുടെ കാമുകന്റെ തലേ വസിച്ചിരുന്ന സാധനമാ. ഇതെന്തുവാടാ? മണ്ണാറശാലയോ? ചുമ്മാ അല്ല, രാവിലെ ഒന്ന് സൊറിഞ്ഞ് ലില്ലി കാണാഞ്ഞത് ഭാഗ്യമായി. ലില്ലി കണ്ടിരുന്ന ഇതിന്റെ അകത്ത് പുള്ളോമ്പാട്ട് നടത്തിയാന്. ലില്ലി ഇത് വെളിയിലോട്ട് കളയടാ സുരേഷ. വിഷമുള്ള ഐറ്റം തോന്നുന്നു കേട്ടോ. സൂക്ഷിച്ചു കൊണ്ട് കള. എടാ മുതുകാല ഒന്ന് ഇറങ്ങി പോടാ അവിടുന്ന്. ഞാനൊന്ന് വെട്ടിപ്പറിച്ചു കൊടുക്കട്ടെ, ഒന്ന് പോതി. ഹലോ 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 കേൾക്കുന്നില്ലല്ലോ. കേക്കാത്തല്ല ഇങ്ങോട്ട്. ഞാൻ ഈ ഗുഹയ്ക്കകത്തോട്ട് കയറ്റിലേ, എന്നിട്ട് ഈ കാടും പടലും ഒക്കെ ഇട്ട് അങ്ങ് മോട്. കേൾക്കുന്നോ നോക്കിക്കേ. ഹലോ ഈ കാട്ടിന്റെ ഇടയ്ക്ക് നിനക്ക് റേഞ്ച് ഉണ്ടല്ലോടാ. നീ വന്നു കയറിയപ്പോഴേ ഞങ്ങളുടെ റേഞ്ച് പോയി. എന്താടാ കാര്യം? എന്താ ബസ്സാ കയറിയോ? ഞാൻ വിചാരിച്ചു ലില്ലിയുടെ പുറത്തൂടെ ബസ് കയറിയെന്ന്. മിണ്ടാതിരിക്കടാ. മിണ്ടരുതെന്നാ പറഞ്ഞ. എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കണ്ടേ? ഞങ്ങളുടെ വീട്ടില് ഒരു ലോഡ് പാറ ഇറക്കിയായിരുന്നു കേട്ടോടാ. പാറ ഇറക്കിയപ്പോ അതിലൊരു 500 കിലോ വെയിറ്റ് ഉള്ള ഒരു പാറ ഞാൻ കൊണ്ടുവന്ന് മുറ്റത്ത് കൊണ്ടുവന്നിട്ട്
ഇതുപോലൊരു കൂടം എടുത്തിട്ട് ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞപ്പോ 8 കഷ്ണമായി പോയടാ ആ പാറ. ആ പാറയെ കറങ്ങുന്നോ കിടന്ന് 8 കഷ്ണമായി പോയി. അനങ്ങത്തില്ല അത് മിണ്ടത്തില്ല. ആണോ ജിമ്മി? നിനക്ക് 6 ദിവസത്തേക്കുള്ള ഭക്ഷണം റെഡിയായടാ. വാടാ. ഒരു കാലം